മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. രചന വാസിം അക്രം. അവതരണം സാലിം കരുളായി. എന്നാ പറഞ്ഞത്? അച്ഛനോ? തമാശ പറയില്ല ജൂലെ. ആരെങ്കിലും അറിഞ്ഞ് നമ്മളെല്ലാവരും കുരിശി തറക്കും. എൻ്റെ ഈശോയെ പറഞ്ഞുകൊണ്ട് കുരിശ് വരച്ച് മുത്തിയവൻ. നടക്കില്ലല്ലോ. അപ്പോഴേ നമ്മുടെ കാര്യം നടപ്പില്ല. ജൂലെ, നീ സീരിയസ് ആണ് പറയുന്നത്? എനിക്കിഷ്ടമാണ്, പക്ഷെ വേണ്ട. ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ എടുത്തു കളയാൻ പറ്റുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. ജുവൽ, കരയണ്ട, അത് വേണ്ട. അതെ, ഈ പ്രായത്തിൻ്റെത്. നിന്റെ ആദ്യ പ്രണയല്ലേ, അതാണ് ഇത്തിരി സങ്കടം. മറന്നേക്ക്. അതെന്നാ പാർസല ജയ്സ? അതെന്നാ നിനക്കും അവൾക്ക് രണ്ട് നിയമം? അപ്പം നിനക്ക് എന്നോടുള്ള ഇഷ്ടവും പ്രായത്തിൻ്റെ കണക്കാക്കല്ലേ? പുച്ഛത്തോടെ ജാസ്മിൻ ചോദിക്കുമ്പോൾ ഉത്തരമില്ലായിരുന്നു അവനിൽ. എടി, അത് ഞാനതല്ല ഉദ്ദേശിച്ചത്. നമ്മളെ പ്രണയം പോലെയാണ് ഇത് നടക്കില്ല, പ്രശ്നമാവും. അത് ഞങ്ങൾക്കും അറിയാം. ഇവളിത് മറക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇതിപ്പോൾ നമ്മൾ 3 പേർക്കല്ലാതെ വേറൊരാൾ കൂടി അറിയാം, നിന്റെ ചേട്ടൻ ക്രിസ്റ്റിക്ക്. എന്താ പറഞ്ഞേ? കർത്താവേ, ചേട്ടായിക്ക് എങ്ങനെ? നടന്നതെല്ലാം അവൾ അവനോട് പറയുമ്പോൾ അവരിലൊരു വിശ്വാസം ഉള്ളിലെടുത്തിരുന്നു, അവനൊരു സഹായമാകുമെന്ന്. അവൻ്റെ വായിൽ നിരങ്ങാൻ പുറത്തറിഞ്ഞ ആ പാവച്ചൻ കുറ്റക്കാരനാകും. അതല്ല, ഇവൾ തന്നെ പറയുവാണെങ്കിൽ അദ്ദേഹം വേണ്ട രീതിയിൽ എടുത്തോളും. നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? ജാസ്മിൻ അവനോട് ചോദിച്ചു. അല്ല, ഇവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിയെ കണ്ട ആർക്കായിരുന്നു പ്രേമിക്കാൻ തോന്നും. എന്നാ മുറിഞ്ഞ ലുക്കാണെന്നോ ഞാൻ വരെ നോക്കി നിന്നിട്ടുണ്ട്. അങ്ങേര് പുരോഹിതനായത് ഇവളുടെ മനസ്സിൻ്റെയോ പ്രണയത്തിൻ്റെയോ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് പ്രണയം അതാർക്കും ആരോട് എപ്പോൾ വേണമെങ്കിലും തോന്നുന്ന വികാരമാണ്. പക്ഷെ ജോലി തിരഞ്ഞെടുത്ത ആള് തെറ്റിപ്പോയി. ചേട്ടായി എന്തിനാ അതിൽ തന്നെ ഒതുക്കി മടക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ ഉടനെ നീ ഇത് അച്ഛനോട് പറയണം. മനസ്സിലിട്ട് നീറ്റിക്കുന്നത് നല്ലത് അതാണ്. ആ തെണ്ടിക്ക് അറിയാൻ മേലായെന്നതിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നീ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ പന്ന നാറി പറയും. ചേട്ടനായി പോയതുകൊണ്ട് പറയാണ്. അത്രയും ചേറ്റയാണവൻ. ഞാൻ പറയും ജയ്സ. മുഖം മുട്ടുകാലിൽ അമർത്തിയാവും. അവളുടെ അടുത്തായി ജാസ്മിനിൽ നിന്ന് തോളിൽ പിടിച്ചതും അവളുടെ മാറിലേക്ക് ചാഞ്ഞിട്ട് ജോലി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവളുടെ അടുത്തായി ജയ്സൺ. ബൈക്ക് സ്റ്റാൻഡിലിട്ട് പോർച്ചിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും ആരോ മുണ്ട് തലവഴിയിട്ട് കൂട്ടിപ്പിടിച്ചിരുന്നു. ക്രിസ്റ്റി കുതിരാൻ ശ്രമിച്ചതും ആരോ കാലിൽ കയറുകൊണ്ട് വലിഞ്ഞു മുറുക്കി. തന്നെ 2 പേരെടുത്തുകൊണ്ട് പോകുന്നതും വഴുവഴുപ്പുള്ള എന്തിലൊക്കെ എടുത്തെന്നും പറഞ്ഞു അവൻ. അത് ചാണകമാണെന്ന് അറിഞ്ഞതും തറയിൽ കിടന്ന് ഞെരിപിരി കൊണ്ടുപോകും. കൂട്ടത്തിൽ പശുവിൻ്റെ ചവിട്ടും. യാരടാ നായിൻ്റെ കയ്യിലിരുന്ന പത്തലിൻ്റെ കമ്പ് ജുവലിൻ്റെ കയ്യിൽ കൊടുത്തു ജെയ്സൺ. അടിക്കാൻ ആംഗ്യം കാണിച്ചതും അവൻ്റെ ദേഹത്ത് വലിച്ചടിച്ചു. ഇടയ്ക്ക് കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തു. അമ്മണിയുടെ കാൽ ചുവട്ടിൽ വന്ന് വീണതും അമ്മണി പശു അവൻ്റെ മുഖത്തേക്ക് മൂത്രമൊഴിച്ചിരുന്നു. ദേഷ്യത്തോടെ എഴുന്നേറ്റ് കെട്ടടിക്കാൻ ശ്രമിച്ചു ക്രിസ്റ്റി. പിറകിൽ നിന്നും ജെയ്സൺ കെട്ടടിച്ചതും കുരുമുളക് പൊടി മുഖത്ത് വിതറി ജോലി. പുകച്ചിലും വേദനയും കൊണ്ട് അവൻ അലറി വിളിക്കാൻ തുടങ്ങിയതും മുണ്ട് വായിൽ തിരികെ ജെയ്സൺ. ചാണകവും മൂത്രവും കാരണം എഴുന്നേൽക്കാൻ കഴിയാതെ നിലത്ത് വീണുപോയിരുന്നു ക്രിസ്റ്റി. അപ്പോഴേക്കും അവളുടെ കൈയും പിടിച്ച് വെളിയിലേക്ക് ഓടിയിരുന്നു ജെയ്സൺ. വാപ്പുത്തി ചിരിച്ചുകൊണ്ട് ചുമരിലേക്ക് ചാഞ്ഞു ജുവൽ. എൻ്റെ ജുവലെ, എന്നെ കൊണ്ട് എന്ത് പാവമാണോ താൻ ചെയ്യിപ്പിച്ചത്? എൻ്റെ സ്വന്തം ചേട്ടായിയാണവന്, പാവം പറഞ്ഞു ചിരിച്ചു അവനും. എനിക്ക് സന്തോഷമായി ജെയ്സ. ഇനി അവനെ വൃത്തികെട്ട കണ്ണുകൊണ്ട് എന്നെ നോക്കരുത്. പോയി കിടന്നോ. ശബ്ദം കേട്ട് ആരെങ്കിലും എഴുന്നേറ്റ കുടുങ്ങും. 1 മണി കഴിഞ്ഞു പോച്ചേ. അപ്പോൾ നാളെ പുതിയൊരു ദിവസം ആട്ടെ നിനക്ക്. അച്ഛനോടെല്ലാം തുറന്നു പറയേ. ചിരിച്ചു അവൻ. സന്തോഷം നിറഞ്ഞ മനസ്സോട് ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല തനിക്കായി പറഞ്ഞു വെച്ചിരുന്ന ദുർവിധി എന്താകുമെന്ന്. ഇനിയുള്ള പുല്ലികൾ വേദന മാത്രമാണ് നൽകാൻ പോകുന്നതെന്നും. കർത്താവേ, എൻ്റെ കുഞ്ഞിനെ ആരാണോ ഇങ്ങനെ ചെയ്തത്? ആരാണെങ്കിലും ഗുണപ്പെടുക്കത്തില്ല, തലയിൽ എടുത്തി വീഴും. കാറിൽ നിന്ന് ക്രിസ്റ്റി ഇറക്കുമ്പോൾ പ്രാഗിക്കൊണ്ടിരുന്നു റീന. ഒരു കാലം തലയിലൂടെ കമിച്ച് നടന്ന ജുവലേ, നീ എടുത്തി വീഴാനുള്ളതാ പറഞ്ഞ് ചിരി അടക്കി ജെയ്സൺ. എടി എണ്ണം കെട്ടവളെ, ആരുടെ വായി നോക്കി നിൽക്കുവാ? വാ നിന്റെ കോച്ചിനെ പിടിക്ക്. റീന പറഞ്ഞത് മുഖത്ത് സങ്കടം വരുത്തി അവരുടെ അടുത്തേക്ക് പോയത്. ക്രിസ്റ്റിയുടെ ഒരു കൈ ഒടിഞ്ഞിരുന്നു. പിന്നെ മടലിനെ വെച്ച് അടിച്ച പാടും മുഖത്തും ശരീരത്തിലുണ്ട്. ചന്തി കുത്തി തൊഴുത്തിൽ വീണന്റെ പാടുകൊണ്ട് നടക്കാനും വയ്യ. അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവൾ. അവനെ കൊണ്ട് മുറിയിൽ കിടത്തിയതും അവളുടെ കയ്യിൽ പിടിമുറുക്കിയവൻ. നീ അധികം സന്തോഷിക്കേണ്ട ജുവൽ. എനിക്ക് നീ തന്ന അടിയുടെ മുതലും പലിശയും ചെയ്ത് ഞാൻ തിരിച്ച് തന്നിരിക്കും, ക്രിസ്റ്റിയ പറയുന്നത്. കൈ ചുരുട്ടി കട്ടിലിൽ ആഞ്ഞടിച്ചവൻ. നീ പോടാ, എനിക്ക് നിന്നെ പേടിയില്ല. ഇനി എന്നെ തൊട്ടാ നീ എഴുന്നേറ്റ് നടക്കില്ല, കൊന്നു കളയും ഞാൻ, ഓർത്തോ നീ പറഞ്ഞുകൊണ്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ തുടങ്ങിയതും അവൻ പുറകിൽ നിന്ന് പിടിച്ച് മുറിക്കകത്തേക്ക് തന്നെ തള്ളി. പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങിയതും വാപത്തി കഥ കടച്ച് കുറ്റിയിട്ടിരുന്നു അവൻ. ജുവലെ, ഞാനാ ജെയ്സൺ, ആലറി കൂവല്ലേ. നോക്ക്, അവന് സംശയം കേട്ടോ. ആ നോട്ടം കാണുമ്പോൾ അറിയാം.
സംശയമല്ല, ആ തേണ്ടിക്ക് മനസ്സിലായി. കട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു അവൾ. എന്നാലേ അവൻ എഴുന്നേറ്റ് നടക്കുന്നതിന് മുമ്പ് സത്യങ്ങൾ അച്ഛനോട് പറയാൻ നോക്ക്. അവനിനി വെറുതെ ഇരിക്കും തോന്നില്ല എനിക്ക്. അവൻ്റെ കയ്യിലുള്ള തുറപ്പിച്ചിട്ട് വെച്ച് അവൻ കളിക്കും. ഞാൻ നാളെ പോകാം. എനിക്ക് ഇനി ഇങ്ങനെ കിടന്ന് നീരാൻ വയ്യ ജയ്സ. എന്നെക്കുറിച്ച് ഒരു വിഷമില്ല എനിക്ക്. പക്ഷേ ഒന്നും അറിയാത്ത പാവം ശിക്ഷപ്പെട്ടുകൂടാ. പറയുമ്പോൾ കണ്ണു നിറഞ്ഞു. ഇരുകൈ കൊണ്ട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് ആ മുറിയിൽ നിന്നും പോയിരുന്നവൾ. പറ ക്രിസ്റ്റി, നിന്നെ ആരാ അടിച്ചത്? നമുക്ക് പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം. ജോൺ അവനോടായി പറഞ്ഞു. വാതിക്കലിൽ നിൽക്കുന്നവനെ കൂർപ്പിച്ചത് നോക്കി ക്രിസ്റ്റി. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും ഒരു പൂച്ചൻ നിറഞ്ഞ ചിരി ചിരിച്ചു ജെയ്സൺ. വേണ്ട പപ്പ, എന്നെ നോവിച്ചത് ഒതുക്കാൻ ഈ ക്രിസ്റ്റിക്ക് അറിയാം. അതിപ്പോൾ ആരായാലും എനിക്ക് പ്രശ്നമല്ല. നീ ചെല്ല്, ഞാനിവിടെ നിൽക്കാം. ഇപ്പം ആകുമ്പോൾ അപ്പനും കാണില്ല, അച്ഛൻ മാത്രമേ ഉണ്ടാകൂ. ചെല്ല്, നിന്റെ മനസ്സിലത് പറയും. നേരെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. കുമ്പസാര കൊണ്ട് പോലും ആവശ്യമില്ല. ജാസ്മിൻ കയ്യിൽ പിടിച്ച് പറയുമ്പോൾ എന്തോ ധൈര്യം ഉണ്ടായിരുന്നു അവളിൽ. പറയണം ഇഷ്ടമാണെന്ന്. ഈ ജുവൽ ഇഷ്ടപ്പെട്ടു പോയെന്ന്. തെറ്റാണെങ്കിലും ഇഷ്ടപ്പെട്ടു പോയി. മറക്കാൻ ശ്രമിക്കാമെന്നും പറയണം. അച്ഛൻ്റെ മുറിയിലെ വാതിൽക്കലെത്തിയതും ഹൃദയം പെരുമ്പറം ഒഴുക്കുന്നത് അറിഞ്ഞു ജുവൽ. കൈകൾ കൂട്ടിത്തിരുമ്പ് നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന മണിയടിക്കുമ്പോൾ കണ്ണുകൾ വിറച്ചു. ആഹാ, ആരാ ഇത്? ജുവലോ? ഹൃദയത്തിൻ്റെ ഓരോ ധമനികളെയും തൊട്ടുണർത്തുന്ന സ്വരം തേടിയെത്തിയതും മിഴികൾ വിട്ട് നോക്കി മുന്നിൽ നിൽക്കുന്നവരിലേക്ക് പ്രണയത്തോടെ. പാടില്ലെന്ന് ബുദ്ധി പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഹൃദയം അതിൻ്റെ ഇണയെ തേടി അലയുകയായിരുന്നു. ജുവൽ, താൻ? അത് എനിക്കൊരു കാര്യം പറയാൻ. എന്താണ്? പറഞ്ഞോളൂ. എന്താണ്? കുമ്പസരിക്കാനാണോ? അവളുടെ മുഖഭാവം കണ്ട് സംശയഭാവത്തിൽ ആൽബർട്ട് ചോദിച്ചു. അത് എനിക്ക് അച്ഛനോട് അറിയാതെ ഞാൻ ക്രിസ്റ്റി. വാക്കുകൾ കിട്ടാതെ പരതിയവൾ. കണ്ണുകളിൽ നീർത്തുള്ളികളാൽ ഉരുണ്ടുകൂടി. എന്ത് പറ്റി ജുവൽ? അവൻ വീണ്ടും ഉപദ്രവിച്ചോ? തനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ പറയേ. ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ കേൾവിക്കാരനായിട്ടിരിക്കാം. പിന്നെ അത് കഴിഞ്ഞ് അവനെതിരെ കേസും കൊടുക്കാം. അവനത് പറഞ്ഞതും അവൻ്റെ കാൽപാദത്തിലേക്ക് വീണിരുന്നു. എന്നോട് ക്ഷമിക്കണം അച്ചു. എനിക്ക് അറിയാതെ ഞാൻ. അവൻ്റെ കാലിൽ പിടിച്ചതും ഒരു ഞെട്ടലോടെ കാല് പിൻവലിച്ചു ആൽബർട്ട്. ജുവൽ, എഴുന്നേൽക്ക് കുട്ടി. എന്താ ഈ കാണിക്കുന്നത്? കയറി വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. പറഞ്ഞുകൊണ്ട് ആൽബർട്ട് അകത്തേക്ക് കയറിയതും വിറക്കുന്ന കാൽവപ്പോട് അകത്തേക്ക് കയറി വാതിലേക്ക് തന്നെ മിടികൾ താഴ്ത്തി ചുരിദാർ ഷാളിൽ കൈ ഞെരടിക്കൊണ്ട് നിന്നു. ജുവലിനെ കുടിക്കാൻ വെള്ളം വേണം. അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു. മത്തായി ചേട്ടൻ ഇവിടെ ഇല്ല, താനിരിക്ക്, ഞാൻ എടുത്തോണ്ട് വരാൻ വെള്ളം. പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയിരുന്നു. തിരിച്ചു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കയ്യിലുണ്ടായിരുന്നു. അത് അവൾക്ക് നേരെ നീട്ടി. അത് വാങ്ങുകയും പരവേശത്തോടെ കുടിച്ചു അവൾ. ഇനി പറയും, എന്താ പറയാനുള്ളത്? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു തന്നെ. എന്തോ കാര്യ വിഷമുണ്ട്. എന്നെ കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ശ്രമിക്കാം. ഞാനൊരു തെറ്റ്, അത് അറിയാതെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. മറക്കാൻ പറ്റുന്നില്ല എനിക്ക്. കരഞ്ഞു പോയിരുന്നവൾ. അവൻ്റെ കായികയിൽ മുട്ടുകുത്തിയിരുന്നു ജുവൽ. ജുവൽ, താൻ എന്തേ കാണിക്കുന്നത്? പറയുകയും അവളുടെ ഇരു തോളിലായി പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടുപേരും അകത്തേക്ക് കയറുകയും ചെയ്ത് അവളെ പിടിച്ച് ഉന്തിയിരുന്നു. പെട്ടെന്നുള്ള നീക്കം കാരണം മുന്നോട്ട് വീഴാൻ തുടങ്ങിയതും ആൽബർട്ട് അവളെ വീഴാതെ ചേർത്ത് പിടിച്ചു. എടുക്കടാ ഫോട്ടോ രണ്ടിൻ്റെയും, അതിലൊരുവൻ അലറിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും മറ്റൊരുവൻ ഫോണിലേക്ക് അവളുടെ ഫോട്ടോ പകർത്തിയിരുന്നു. ആരാ നിങ്ങളൊക്കെ? എന്താ വേണ്ടത്? നിങ്ങളല്ലേ ആ രാത്രി ക്രിസ്റ്റിയുടെ കൂടെ? ആൽബർട്ട് അവരെ സംശയത്തോടെ നോക്കി പറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ പറയാച്ചോ. അതിനു മുമ്പ് ഇവിടെ എന്നതാ പരിപാടി? അച്ഛനും കുഞ്ഞാടും മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് അതിലൊരുവൻ ചോദിച്ചു. അനാവശ്യം പറയുന്നോ? മാറി നിൽക്ക്. ആൽബർട്ട് അവർക്ക് നേരെ വന്നതും അവർ രണ്ടുപേരും കൂടി പിടിച്ച് തള്ളിയിരുന്നു അവന്. ജുവലിൻ്റെ ദേഹത്ത് തട്ടി സോഫയിലേക്ക് വീണതും അവർ പുറത്തിറങ്ങി കഥകടച്ച് പൂട്ടിയിരുന്നു. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? കഥക് തുറക്ക്. അവൻ കഥകിൽ ആഞ്ഞടിച്ചു. അച്ഛനെ അനാവശ്യം കാണിക്കാല്ലേ അച്ചോ? അതിലൊരുവൻ പകയോടെ പറഞ്ഞു. തുറക്കടാ, ഈ കുട്ടിയോട് സംസാരിക്കാൻ വന്നതാണ്. നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കൂ. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. തുറക്കാച്ചോ, ഒരു 5 മിനിറ്റ് കുറച്ച് പേര് വന്നോട്ടെ. വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ചിട്ടുണ്ടേ, അതിലൊരുവന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു സ്വപ്നത്തിലെന്ന പോലെ മരവിച്ച് നിന്നുപോയിരുന്നു ജുവൽ. കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞുപോയി. ജുവലെ, താൻ വിഷമിക്കണ്ട, അവർ വരട്ടെ. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുമ്പോൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. മുഖം കുനിഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല തനിക്ക്. അവനത് പറയുമ്പോൾ ആ മുഖത്ത് പോലും നോക്കാനാവാതെ മിഴികൾ അടഞ്ഞു പോയിരുന്നു അവളുടെ. എൻ്റെ കർത്താവേ, ഇവളെന്ത് ഇതുവരായിട്ട് വരാത്തത്? ഫോണിൽ സമയം നോക്കിക്കൊണ്ട് ജാസ്മിൻ മനസ്സിൽ പറഞ്ഞു. പടികൾ കയറി ആളുകൾ ഒച്ചയെടുത്ത് വരുന്നത് കണ്ടത് അറിയാതെ നോക്കി നിന്ന് ജാസ്മിൻ. അപ്പ എന്നതാ ആളുകളൊക്കെ ഓടുന്നത്?
അവൾ അപ്പൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതും അയാളുടെ മുഖം മാറുന്നത് അറിഞ്ഞു ജാസ്മിൻ. നീ ഇപ്പൊ വീട്ടിൽ പോയിക്കോ. പോയിക്കോ ചെല്ല്. ആ മകളെ വിളിക്കുമത്തായി, കൂട്ടുകാരിയല്ലേ, കൂട്ടുവന്നതാവും. എന്നതായാലും കൊള്ളാം. അയാളുടെ വാക്കുകൾ നെഞ്ചിൽ കൊണ്ട് ജാസ്മിൻ്റെ. എല്ലാവരുടെയും പുറകെ നടക്കുമ്പോൾ കാലുകൾക്ക് വല്ലാത്ത തളർച്ച പോലെ തോന്നിയവൾക്ക് എന്തോ അബദ്ധം സംഭവിച്ച പോലെ. എടാ അഗസ്റ്റി, നിങ്ങൾ പറയുന്നത് നേരാണോ? അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. മത്തായി അവൻ്റെ അരികിൽ പോയി പറഞ്ഞു. അനാവശ്യമല്ല മത്തായി ചേട്ടാ, ഞങ്ങൾ കണ്ടത് ആ മുറിയിൽ രണ്ടും കൂടി. ജാസ്മിൻ്റെ കണ്ണ് വെളിയിൽ കിടക്കുന്ന ജുവലിൻ്റെ ചെരുപ്പിലുടക്കിയതും അവളുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ പറഞ്ഞു. എൻ്റെ കർത്താവേ, ചതിച്ചോ? എടോ, തെളിവില്ലാതെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറയുന്നോ? അതിൽ കുറച്ച് മുതിർന്ന ഒരാൾ പറഞ്ഞതും അവർക്ക് തെളിവടങ്ങിയ ഫോണ് കൊടുത്തു. അതിലെ ചിത്രങ്ങൾ കണ്ടതും പരസ്പരം നോക്കിപ്പോയിരുന്നവർ. കാതക തുറക്കടാ, ഇന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം. നമ്മളെപ്പോലുള്ള വിശ്വാസികളെ പറ്റിക്കുന്ന പരിപാടി അത് ഈ പള്ളിയിൽ നടക്കത്തില്ല. അതിലൊരാൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. വിജയചിരിയോടെ നിൽക്കുന്നവർ കഥക് തുറന്നതും അച്ഛൻ കോപത്തോടെ മുന്നോട്ട് വന്നിരുന്നു. എന്തിനാണ് കഥ കടച്ചത്? വൃത്തികേട് കാണിക്കുന്നു. അച്ഛോ, അച്ഛൻ കാണിക്കുന്ന വൃത്തികേട് മറ്റുള്ളവർ കാണാതിരിക്കാനല്ലേ കഥ കടച്ചത്? പറഞ്ഞുകൊണ്ട് അവനെ തട്ടിമാറ്റി അകത്തേക്ക് കയറി ചുമരിൽ ചാരി നിൽക്കുന്നവളെ കൈ പിടിച്ച് വലിച്ച് അവൻ്റെ അരികിൽ നിർത്തിയിരുന്നു. കൊച്ചേ, ഇങ്ങോട്ട് മാറി നിൽക്ക്, എല്ലാവരും കണ്ടോട്ടെ. ചുരിദാർ ഷാളിൽ പിടിച്ച് മുഖം കുനിച്ച് നിൽക്കുന്നവളെ തോളിൽ പിടിച്ച് തള്ളിക്കൊണ്ട് പറഞ്ഞു. ജാസ്മിൻ. ജുവൽ അവളുടെ പേര് വിളിച്ചു. ജാസ്മിൻ മുന്നോട്ട് നടന്നതും മത്തായി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. ഹാ പാറ കൊച്ചേ, ഇവിടെ എന്നതായിരുന്നു പരിപാടി? ഞങ്ങളും കൂടി അറിയട്ടെ. അനാവശ്യം പറയരുത്, ജുവലിനോട് സംസാരിക്കാൻ വന്നതാണ്. ആൽബർട്ട് മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. കൊള്ളാലോ അച്ചോ, പള്ളിമേടയിൽ നട്ടുച്ച നേരത്തെ മുറിയിലടച്ച് എന്തോന്നാ ഇത്ര രഹസ്യം? അത് ഞങ്ങൾ കൂടെ ഒന്ന് അറിയട്ടെ അച്ചോ, കാണിച്ചു തന്നാലും മതി. പറഞ്ഞുകൊണ്ട് അവർ ചിരിച്ചു. ജുവൽ, താനിങ്ങനെ മിണ്ടാൻ നിൽക്കാതെ പറയൂ, ഇവിടെ എന്താ നടന്നതെന്ന് ആൽബർട്ട് അവളോടായി പറഞ്ഞു. ആ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും കഴിയാതെ മുഖം കുനിഞ്ഞ് നിന്നു ജുവല്. ഹാ പറയേ ജുവൽ, നീയും അച്ഛനും തമ്മിൽ കൊമ്പ് പിടിച്ച പ്രണയമാണെന്ന് പറഞ്ഞു കൊടുക്കടോ. അനാവശ്യം പറയുന്നടോ. പറഞ്ഞുകൊണ്ട് അവനെ നേരെ അടുത്തു ആൽബർട്ട്. ഛേ, അതെന്നാ പരിപാടി അച്ചു? സത്യം പറയുമ്പോൾ ദേഷ്യപ്പെടുന്നു. താങ്കളൊരു പുരോഹിതനാണ്, അവ സംയമനം പാലിക്കണം. നമുക്ക് ഈ കൊച്ചിനോട് ചോദിച്ചറിയാം. ആ പറ കൊച്ചേ, ഈ ക്രിസ്റ്റി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ദേഹമാകെ പിറകൊണ്ടു അവളൊരു വാക്കുരിയാടാതെ അങ്ങനെ നിന്നു. ജാസ്മിൻ, എന്നതവിടെ പ്രശ്നം? ഓടിക്കെത്തിച്ച് അവളുടെ അരികിലേക്ക് വന്ന ജെയ്സൺ ശബ്ദം കുറിച്ച് അവളോട് ചോദിച്ചു. എല്ലാം തകർത്തു. ആ നാറി തല പോയാലും അവൾ നുണ പറയില്ല. എല്ലാം തകർന്നു. ആ കൊച്ചേ, ഈ കൊന്തേതൊട്ട് സത്യം പറയും. ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അത് സത്യമാണ്. എനിക്കിഷ്ടമാണ്. എനിക്ക് മാത്രം ഇത് പറയാനാണ് ഞാൻ വന്നത്. ആ വാക്കുകൾ കേട്ടതും തലയിൽ പെരുപ്പ് കയറും പോലെ തോന്നി ആൽബർട്ടിന്. പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ അവളിലേക്ക് നോക്കി നിന്നു അവൻ. ആഹാ, കേട്ടല്ലോ, പ്രേമാണ് പോലും. അതുപോലെ പുണ്യ സ്ഥലത്ത് വെച്ച് രണ്ടാളും കൂടി. കൊള്ളാം, പേടിക്കപ്പെട്ടപ്പോ തന്താനേ. അലക്സ് കളിയാക്കി പറഞ്ഞു. ജുവൽ, താൻ എന്തേ ഈ പറയുന്നത്? ആൽബർട്ടിന്റെ കണ്ണിൽ ഇതുവരെ കാണാത്ത ഭാവം കണ്ടു ജുവൽ. എങ്കിലും മിഴികൾ ചലിപ്പിച്ചില്ല അവൾ. ഹാ എന്താണച്ചോ, കൊച്ചു സത്യം പറഞ്ഞതല്ലേ? അലക്സി അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അല്ല, അതെനിക്ക് മാത്രം, എൻ്റെ മനസ്സിലച്ച. പറയാൻ തുടങ്ങിയതും കവിളത്താരുടെയോ അടി പതിഞ്ഞിരുന്നു. ആടിയുടെ ആഘാതത്തിൽ അവൾ തെറിച്ച് പടിക്കട്ടിലേക്ക് വീണ് തലയടിച്ചിരുന്നു. അവളുടെ തലയുയർത്തി നോക്കി. മുന്നിൽ കോപത്തോടെ നിൽക്കുന്ന ജോൺ. അയാളെ കണ്ടതും ആ പടിക്കട്ടിലേക്ക് തന്നെ ഇരുന്നു പോയവൾ. കുടുംബത്തിന്റെ മാനം കളയാനുണ്ടായവള്. വേറെ ആരെയും കണ്ടില്ല നീ. ഒരു പുരോഹിതനുമായിട്ട് ആവിഹിതമെന്ന പിഴച്ചവളെ കൊന്നു കുടിച്ചു മൂടുന്നില്ല ഞാൻ. പറഞ്ഞവളുടെ മുടിക്കുത്തിന് പിടിച്ചു ഉയർത്തിയെടുത്തിരുന്നു ജോൺ. വേദന കൊണ്ട് പുളയുമ്പോഴും കണ്ണുനീർ പൊടിച്ചില്ല അവള്. ജുവലിനെ വീടപ്പാ, അവൾ നടന്ന എന്താന്ന് പറയട്ടെ, അല്ലാതെ. അയാളുടെ കൈ തടഞ്ഞു ജെയ്സൺ. നീ ഇവളുടെ ഭാഗം പറഞ്ഞ് നിൽക്കണ്ട, വീടി പോടാ. ജോൺ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ജുവൽ പാവാണ്, അവൾ അച്ഛനാണെന്ന് അറിയാതെ. ദയവായി അവൾക്ക് പറയാനുള്ളത് കേൾക്കണം. എല്ലാവരുടെ മുന്നിലും കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ജാസ്മിൻ. ആഹാ, കൂട്ടുകക്ഷികൾ വന്നല്ലോ. ഇവരാണ് അവരുടെ കൂട്ടിക്കൊടുപ്പുകാര്. കാല് നിലത്ത് കുത്താൻ വയ്യെങ്കിലും മുടന്തി അവളുടെ നടുവിലായി നിന്ന് പറഞ്ഞു ക്രിസ്റ്റി, നീ ചെയ്ത തെറ്റ് കുഴിച്ചു മൂടാൻ അതിൽ എന്നെ നീ തെറ്റുകാരനാകാൻ നോക്കണ്ട. ഓനാവശ്യം പറഞ്ഞാൽ ഞാനൊരു പുരോഹിതനാണെന്ന കാര്യം ഞാനങ്ങ് മറക്കും. ആഹാ, കൊള്ളാ വച്ചോ, ഇപ്പം എല്ലാം എൻ്റെ തലയിൽ വെക്കാൻ നിൽക്കുവാണോ? അതെന്നാ പരിപാടി അച്ഛാ? കൈവിട്ട് പോയതുകൊണ്ടാണോ എൻ്റെ തലയിൽ വെക്കാൻ നോക്കുന്നത്?
ഒരു വഷളം ചിരിയോടെ ചോദിച്ചു ക്രിസ്റ്റി. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ താൻ ഉറക്കിക്കിടത്തിയിരിക്കുന്ന ദേഷ്യം എന്ന വികാരം തന്നെ കാർന്നു നിന്നാൻ വരുന്ന പോലെ. അപ്പോഴും സംയമനം പാലിക്കാൻ ശ്രമിച്ചു ആൽബർട്ട്.